പറഞ്ഞേ സോറി കേട്ടോ. കുഴപ്പമില്ല, എന്നെ അങ്ങ് എത്തിച്ചിട്ട് കോൾ എടുത്താ പോരെ, എനിക്ക് പോകേണ്ടതാ. എൻ്റെ പൊന്നു മോളെ, ദേ ഈ കോളെടുത്തിൽ അയാളൊന്ന് വണ്ടി എടുത്തോണ്ട് പോകും, പിന്നെ നമ്മൾ രണ്ടും പെരുവഴിയിലാവും. എന്നാ സോൾവ് ചെയ്ത് വിടാം, ഒന്ന് പറഞ്ഞു നോക്കാം. ഫോൺ ഇതാ. ഹലോ, എന്താ ചായ ഭീഷണിയാ? ഞാൻ ഇങ്ങേരുടെ കെട്ടിയോളാ, അനിത. കെട്ടിയോളൂ. എന്റെ കാശും മേടിച്ച് അടിച്ചു പൊളിച്ച് നീ അവനോട് കറങ്ങി നടക്കുവല്ലേ? എന്റെ പൊന്നച്ച, ഏറി ഒരു മാസം വീട്ടിൽ നിന്നുള്ള ഷെയർ എനിക്ക് കിട്ടും. ഇച്ചാനൊന്ന് തിരക്കിയാ മതി, പാറ കുടുംബക്കാര്. ഇച്ചായന്റെ മുതലും പലിശയും കൂട്ടുപലിശ അടക്കം ഞാൻ അങ്ങോട്ട് തരും. ആയിക്കോട്ടെ, 50,000 എനിക്ക് തരാനുണ്ട്, അത് നീ തന്നെ. ആ, അത് ഞാൻ തരാം. 50,000 നീ തരുവോ? ആ, തരുമെന്നേ. എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇച്ചാൻ ഒരു കാര്യം ചെയ്യും, ഈ ഓട്ടോറിക്ഷ ഇപ്പൊ തന്നെ കൊണ്ടുപോക്കോ. വണ്ടി കാശ് ഇട്ടിട്ട് തിരിച്ചു തന്നാ മതി. എന്റെ ഇച്ചയ അനിത വെറും വാക്ക് പറയില്ല. വേണ്ട മോളെ, എനിക്ക് വിശ്വാസം. നിന്റെ തന്നടം കണ്ടറിയാം, നല്ല ചിക്കിലുള്ള വീട്ടിലെ പെണ്ണാ. അപ്പൊ ഓക്കെ, എന്നാ വച്ചേക്കട്ടെ. ആ ശരി മോളെ, ഈ ഒരു മാസം സമയം തന്നാ മതി, എത്തിക്കാം. അപ്പൊ അതുവരെ ഞങ്ങളെ ശല്യപ്പെടുത്തില്ലല്ലോ? ആ വാക്ക് മാറിയില്ലേ കൊള്ളാം. ഒരു മാറ്റമില്ല. ആ ശരി മോളെ, ശരി, വാക്ക് മാറായിരുന്നേ മതി. അപ്പൊ ഓക്കെ ചായ, എല്ലാം പറഞ്ഞ പോലെ. ആ ഓക്കെ ഓക്കെ, ഇത്രേ ഉള്ളു കാര്യം. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ഡീൽ ചെയ്താൽ മതി. ഇപ്പൊ ഓക്കെ അല്ലേ? എന്നാ പോ. പിന്നെന്താ, പോയേക്കാം. എന്നാലും എന്തൊക്കെയാ വെച്ചാ അയാളോട് പറഞ്ഞേ? ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടോ. ഇതൊന്നും ഇടപെടാൻ കൊള്ളാത്ത കൂട്ടങ്ങളാണ്. കേൾക്കണുണ്ടോ? എന്ത് പ്രശ്നാന്നാ? ഇപ്പൊ ഒരു മാസത്തെ അവധി കിട്ടിയില്ലേ? ഇപ്പൊ തൽക്കാലം സമാധാനായിട്ടിരിക്കും. ഓക്കെ മതി. പക്ഷെ എന്ത് ധൈര്യത്തിലാ വെച്ചു ഭാര്യ എന്നൊക്കെ പറഞ്ഞു? വീട്ടുപേര് വരെ പറഞ്ഞു കൊടുത്തു. അത് വേണ്ടായിരുന്നു, അല്ലേ തന്നെ ആളൊരു ചൊറിയനാന്നേ. അതിന് ഞാൻ പാറ കുടുംബം എന്നല്ലേ പറഞ്ഞോളൂ. അതുകൊണ്ട് ഇപ്പൊ എന്നാ വെച്ചാനാ? അങ്ങനെ എന്തോരം കുടുംബ പേരുണ്ട്. അയാള് തപ്പാനൊന്നും പോകുന്നില്ല. ഇനി അയാൾ ഈ പാറ കുടുംബത്തിലെങ്ങാനും പോയി അന്വേഷിച്ചാലോ? അങ്ങനെ പോയി അന്വേഷിച്ചു കൊണ്ടുപിടിക്കണമെങ്കിൽ മിനിമം 2-3 ദിവസം എടുക്കും. അത്രയും സാവകാശം കിട്ടുമല്ലോ. അതെ, എനിക്ക് വേഗം ചെല്ലണ്ടതാ, പെട്ടെന്നാട്ടെ. അതൊന്നും പേടിക്കണ്ട വെച്ചേ. ഇവനെ പടക്കുതിര കൊച്ചിനെ കൃത്യസമയത്ത് എത്തേണ്ടോടത്ത് എത്തിക്കും. അയ്യോ, എന്ത് ചേട്ടാ? എന്നാന്ന് എനിക്കും അറിയില്ല, നോക്കാം. എന്താ പറ്റിയേ? ടയറിന്റെ വെടി തീർന്നാ വെച്ചേ. എന്നാ മാറ്റിട്. എന്തൊരു തള്ളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? അല്ല, എപ്പോഴാ എത്തണ്ടേ? സ്റ്റെപ്പിനില്ലേ? സ്റ്റെപ്പിന് വേറെ വണ്ടി നോക്കണോ? ഈ പട്ടിക്കാട്ടിൽ ഇപ്പൊ കിട്ടി തന്നെ. നമുക്ക് 2 പേർ കൂടെ മാറ്റാന്നേ. വാ. അതെ, ഇതൊക്കെ നല്ല പണിയാ കേട്ടോ. ഒരു പണിയുമില്ല, വാ കേട്ടോ. ഇനി പോവാം. ദേഹം മൊത്തം അഴുക്കായാലോ, എന്ത് ചെയ്യും? ഒന്ന് കുളിച്ചേ പറ്റുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും ചെയ്യണ്ടെന്ന്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു സൊല്യൂഷൻ പറ. ആ, ഒരു വഴിയുണ്ട്. എന്ത് വഴിയാ? അങ്ങോട്ട് താൻ വരുമോന്നറിയില്ല. എന്ത് വഴിയാണെങ്കിലും പറ. എന്റെ വീട് ഇവിടെ അടുത്താ, 1 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അവിടെ സൗകര്യങ്ങൾ കുറവാ. അതൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങോട്ട് പോവാൻ ചേട്ടാ, വണ്ടി എടുക്ക്. ബാ, എന്നപ്പോ അടുത്തല്ലേ? ബാ. ആ, എത്തി കേട്ടോ. ഇവിടെ തന്നെ. ഇതാ വീട്? ആ, ഇതാ. ഈ വീടിനെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞില്ലേ, സൗകര്യങ്ങളൊക്കെ കുറവാ. അതിനെന്താ, ബാത്റൂം അല്ലേ? ബാത്റൂം ഉണ്ട്, പക്ഷെ ഡോറില്ല. ഒന്നും പോ ചേട്ടാ, ഇവിടെ നമ്മൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. ചേട്ടന് പ്രശ്നമില്ലല്ലോ. ബാ. കൊച്ചിന് കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. വാ, കേറുവാ. എന്താ വല്ലാത്തൊരു നോട്ടം? എന്റെ ഷർട്ട് ഇതുവരെ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് നോക്കിയതാ. അതെ, വെള്ളച്ചിലെടുത്താലേ നല്ല ഇടി കിട്ടും. കൊച്ചെന്തൊക്കെയാ പറയുന്നേ? ഇത് ഉണങ്ങിയിട്ട് എപ്പോ പോവാനാ?
താനല്ലേ പറഞ്ഞേ ആരോ കാത്തൊക്കെ ഉണ്ട് പെട്ടെന്ന് പോണെന്നൊക്കെ. അതൊക്കെ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞു. ഞാനെന്നാ ചായ ഇടാം, താൻ റെസ്റ്റ് എടുക്ക. വേണ്ട വേണ്ട ഞാനിടാം. വേണ്ടാന്നേ.